നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലയളവിൽ പലരോടും ഇഷ്ടവും പ്രണയവും തോന്നാം. പിന്നീട് തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ മുൻപ് പ്രണയിച്ചവർ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിച്ചെന്ന് കരുതി അവരുടെ പിന്നാലെ നടന്ന് പക വീട്ടുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട പ്രവണതയാണ്. തിരുവനന്തപുരം തിരുവല്ലത്ത് 7 മാസം ഗർഭിണിയായ യുവതിയെ വീട്ടിൽ കയറി വധഭീഷണി മുഴക്കിയ മുൻ കാമുകനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലിയതുറ സ്വദേശി ഗോഡ്വിൻ ലോപ്പസാണ് യുവതിക്ക് നേരെ കൊലവിളി മുഴക്കിയത്. യുവതിയുടെ പരാതിയിൽ ഗോഡ്വിനെതിരെ കേസെടുത്തെങ്കിലും തിരുവല്ലം പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. വലിയതുറ സ്വദേശി ഗോഡ്വിൻ ലോപ്പസ് ആണ് കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയത്. ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. യുവതിക്ക് നേരെയും ആക്രോശമുണ്ടായി. ഇരുവരും എറണാകുളത്ത് പരിചയക്കാരായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് ജോലി ലഭിച്ച പെൺകുട്ടി തിരുവല്ലം സ്വദേശിയെ വിവാഹം കഴിച്ചു. പെൺകുട്ടിയുടെ ഭർത്താവിനെയും നിരന്തരം അക്രമി ഭീഷണിപ്പെടുത്തിയിരുന്നു. പല ഫോൺ നമ്പറുകളിൽ നിന്ന് ഭീഷണി സന്ദേശം അയച്ചു. കഴിഞ്ഞ ദിവസം ഭർത്താവിന്റെ അമ്മൂമ്മയും സഹോദരിയും മാത്രം യുവതിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് ഭീഷണിയുമായി ഗോഡ്വിൻ എത്തിയത്. ഇതേ തുടർന്ന് തിരുവല്ലം പോലീസിൽ പരാതി നൽകി. ഞാനും എൻ്റെ അമ്മൂമ്മയും എൻ്റെ അനിയത്തിയും, അതായത് ഭർത്താവിൻ്റെ അമ്മൂമ്മയും അനിയത്തിയും മാത്രം ഉണ്ടായിരുന്ന ദിവസം വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി വന്ന് ഇതേപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി അവളെ ഞാൻ ഇതേപോലെ കൊല്ലുമെന്നും വീട്ടുകാർ ഇയാളുടെ വലിയച്ഛനായതോ വലിയതുറയിലെ CA ആയിരുന്നെന്നോ എന്തോ പറഞ്ഞിട്ട് ഇവർക്ക് ആ രീതിയിലുള്ള പിടിപാടുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവരുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതേ തരത്തിലുള്ള കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അതുവഴി ഞങ്ങൾ ഊരിയെടുത്തോളാം ഞങ്ങളുടെ മകനെ. പരാതി ഒത്തുതീർപ്പാക്കാനായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായതെന്ന് ആരോപണമുണ്ട്. പോലീസിലും മറ്റ് സർക്കാർ വകുപ്പുകളിലും തനിക്ക് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു ഗോഡ്വിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ടായതായി പരാതിക്കാർ പറയുന്നു. ഇടയ്ക്ക് നഗരത്തിൽ വെച്ച് യുവതിയെ കണ്ടപ്പോഴും ഗോഡ്വിൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. തിരുവനന്തപുരം.